ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് കൊത്തി പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഓയിൽ എടുക്കാനായിട്ട് തന്നെ നോക്കുക. വെളിച്ചെണ്ണ ഒന്നും ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് തരില്ല. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതൊന്ന് കൊത്തി പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മുട്ട കൊത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് വേണം കൊത്തി പൊരിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 30 മിനിറ്റ് ഇത് 2 വട്ടം നന്നായി കഴുകിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം വെള്ളമെല്ലാം വാർത്തെടുത്തിട്ട് ആ അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡ് റൈസിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് അരിയുടെ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അരി ഒരുപാട് വെന്തുടയാനായിട്ട് പാടില്ല, എന്നാൽ വേവും വേണം. അതുകൊണ്ട് ഇപ്പോൾ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ അരി ഏകദേശമൊക്കെ ഒന്ന് വേവാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കണം. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരിയിൽ പിടിക്കില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. നമ്മളിങ്ങനെ കുറച്ചെടുത്ത് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ശരിക്കും വെന്ത പോലെ തന്നെ തോന്നും. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു അരി കടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും ചോറ് കഴിക്കുന്ന പോലെ തന്നെ തോന്നണം. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. പിന്നെ ചോറ് വാർത്ത് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ഒരു പാത്രത്തിൽ അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കരുത്. അപ്പോൾ ആ ചൂട് തട്ടി പിന്നെയും അരി വേവ് കൂടും. അതുകൊണ്ട് ഞാനിവിടെ 2 പ്ലേറ്റിലായിട്ട് ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു വലിയ പാത്രം തന്നെ എടുക്കാം. നന്നായി ഇളക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതായത് 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ബീൻസ് ചെറുതായി അരിഞ്ഞത്, ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്നത് വഴറ്റി കൊടുക്കാം. അതായത് ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഒന്നെല്ലാം കൂടി ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നാൽ മതിയാവും. ഇപ്പോൾ പച്ചക്കറികളെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ള കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ കൊത്തിപ്പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം സോയാ സോസിൽ ഉപ്പുണ്ടാവും. ആ ഉപ്പ് മതിയാവും നമുക്കിതിന്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ മസാലയും തന്നെ നന്നായിട്ട് തന്നെ എത്തണം. അപ്പോൾ ഈ സമയത്ത് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ എന്തായാലും സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുത്തിട്ട് വേണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ എന്തായാലും സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സ്പ്രിംഗ് ഒനിയൻ ചേർക്കാത്തത്. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ വേണ്ടൂ. നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.